ഹായ്, ഇതാണ് കണ്ണൂർ പുതുതായിട്ട് വന്നിട്ടുള്ള എക്സ്പോ, മറൈൻ എക്സ്പോ. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, അധികാരം ഉണ്ടായിരുന്നില്ല. കയറുമ്പം തന്നെ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ കുറേ പിക്ചേഴ്സും സാറ് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളും സാറ് പഠിച്ച കാര്യങ്ങളും സാറിൻ്റെ ജീവചരിത്രം പോലെ ഒരു പിക്ചറൈസേഷൻ. ആദ്യമായിട്ട് ആരാന്ന് അറിയാത്തതുകൊണ്ട് വലിയ എന്താ പറയുക, ഒരത്ഭുതമൊന്നും ഉണ്ടായില്ല. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ഇഷ്ടമുള്ള ആളാണ് അദ്ദേഹം. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ചെറിയൊരു ഏരിയ. ഇത് കഴിഞ്ഞിങ്ങനെ കുട്ടികളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ജംഗിൾ ഏരിയ. ഇവിടെ നല്ല സൗണ്ടൊക്കെ ഉണ്ടാവും. കാണാൻ കുറച്ച് ഭംഗിയുണ്ട്, എങ്കിലും ആ ടിക്കറ്റിൻ്റെ പൈസയൊക്കെ ഇല്ലാന്ന് തോന്നും. കുട്ടികൾക്ക് ഇഷ്ടമാകുമായിരിക്കും, എങ്കിലും അത്ര പോരാ, ടിക്കറ്റ് റേറ്റ് കൂടുതലാണെന്ന് തോന്നി. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മറൈൻ എക്സ്പോ തുടങ്ങുന്നത്. അതും മുന്നേ വന്നായി ആഴക്കടലിലെ അത്ഭുതം പോലത്തെ അതിൻ്റെ ഒരു മിനി വേർഷനായിരുന്നു. അത്രയും ഉണ്ടായിരുന്നില്ല, അതിലും കുറച്ച്. പക്ഷെ കാണാനൊരു ഭംഗി തന്നെയാണ്, കളർഫുള്ളായിട്ട് നല്ല ഭംഗിയായിരുന്നു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പലതരം മത്സ്യങ്ങൾ ഇങ്ങനെ ഒന്നിക്കലും മുകളിലുണ്ടാവും, അല്ലെങ്കിൽ താഴെ ഉണ്ടാവും. അത് നോക്കി നടക്കുക. ഇതൊക്കെ എത്ര ആണെന്നറിയോ? ചൂടിന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത്ര പാടൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര പാട് മത്സ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് എന്താ പറയുക, ഇയാളൊക്കെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പാമ്പിനെ പോലത്തെ വലിയൊരു മത്സ്യം. ഇത് തന്നെയാണ് അപ്പുറത്തെ സൈഡും കാണാം, 1 സൈഡ് 2 സൈഡ്. ഇതപ്പുറത്ത് ഞാൻ കണ്ടത് തന്നെയാണ് കേട്ടോ. പിന്നെ കണ്ടതിൽ കുറച്ച് ഇഷ്ടമായത് ഇപ്പം കാണുന്ന മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ രാത്രി നക്ഷത്രം കാണില്ലേ, അതേപോലെ പതക്കുന്ന മത്സ്യം. എത്രയാ മത്സ്യം എന്നൊരു അതോട്ടും തച്ചു പൊട്ടിക്കാനും നോക്കുന്നതാട്ടോ. ഇത് കഴിഞ്ഞ് എൻ്റെ ലാസ്റ്റ് ഇതേപോലത്തെ കുറേ പക്ഷികൾ. അതിൽ ഒരു വലിയ പക്ഷി എന്ന് പറയുന്നത് ഒട്ടകപ്പക്ഷിയാണ്. പിന്നെ ലവ് ബേർഡ്സ്, പാരറ്റ്സ്, അങ്ങനത്തെ കുറച്ച് വലിയ കൂടുതൽ കുറച്ച് സാധനങ്ങൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പോരാ തോന്നി അങ്ങനെ. അത് കഴിഞ്ഞ് ഇങ്ങനെ ക്രോക്കറി ഐറ്റംസ്, ഖാദി വിൽപ്പനമേള, നമ്മൾ സാധാ എന്താ പറയുക, ഇത് ഫെയറിന് പോയിട്ട് നമ്മൾ കാണുന്ന പോലത്തെ കുറേ സാധനങ്ങൾ. അതോട്ടിന് കുറച്ച് പെന്നും പെൻസിലും വാങ്ങി. അത് അവന് കുറച്ച് ഇഷ്ടമായിട്ടുള്ളൂ, സമ്മാനം കൊടുക്കാമെന്ന് വെച്ചിട്ട് അവനാണ്. പിന്നെ കുറച്ച് പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, വിത്തുകൾ, അങ്ങനത്തെയൊക്കെ. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു കുറേ, പക്ഷെ അതോട്ടിനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തിറങ്ങി. അവനൊരു കോട്ടൺ ക്യാൻഡി തിന്നു. ആ പൊട്ടിച്ചെടുക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല, അവന് മുഴുവനായും കിട്ടണം. അവൻ അതും തിന്നുകൊണ്ട് അവൻ നടന്നു. അവൻ അന്നേരം കുറച്ച് ഹാപ്പിയായി. പിന്നെ നമ്മൾ കടലിൽ പോയപ്പോഴാണ് അവൻ ഹാപ്പി ആയത്. അവൻ അവിടെ എത്തിയപ്പോഴാണ് ഹാപ്പി ആയത്. ഇതൊന്നും കണ്ടിട്ട് വേണ്ടേ വേണ്ട, ഇവിടെ നിന്ന് അവൻ കുളിച്ച് തിമിർത്ത് വന്നു. കുറേ സമയം ഉണ്ടായിരുന്നു ഇവിടെ. അറൗണ്ട് ഈ സമയത്താണ് വന്നത്. ഓക്കെ.